ഞാൻ വാനയും കൊണ്ട് ലൈസൻസ് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇന്ന് വാൻ്റെ ടെസ്റ്റാണ് ലൈസൻസിൻ്റെ. അപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെഹിക്കിൾ ടെസ്റ്റ് നടക്കുന്ന റിട്ടൺ ടെസ്റ്റ് നടക്കുന്ന ഒരു ഓഫീസിൻ്റെ മുന്നിലാണ്. ഗ്രൗണ്ടിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ്. കോഴിക്കോട് ചേവായൂർ റൂട്ടിലാണ് ഈ പറയുന്ന സംഭവം ഉള്ളത്. അപ്പോൾ അവിടേക്ക് നമ്മൾ വന്നതാണ്. ഞാൻ വെയിലത്ത് നിൽക്കുവാണ് വാനയും കാത്തിട്ട്. ഇപ്പം എനിക്ക് ശരിക്കും എൻ്റെ മോനും ഞാൻ വാൻ്റെ അമ്മയായിട്ട് ഞാൻ വന്നിട്ട് ഈ പരീക്ഷ എഴുതാൻ പോകുന്ന കൊച്ചിനെയും നോക്കിയിട്ട് എന്താ പറയുക, വരുന്നുണ്ടോ നോക്കിയിട്ട് ഞാൻ പുറത്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ ഓർത്തത് എന്താണെന്ന് വെച്ചാൽ, പണ്ട് എൻ്റെ എക്സാംസിനൊക്കെ എൻ്റെ അമ്മയൊക്കെ ആയിരുന്നു കൂടെ വരാറ്. ഞാൻ എന്തൊക്കെയോ ഇങ്ങനെ നുള്ളിപ്പെറുക്കി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് നേരം പോകുന്നുണ്ടായില്ല. അപ്പം ഞാനൊരു വ്ളോഗ് എടുത്തിട്ട് എന്നെ ഇങ്ങനെ കാണിക്കുന്നു. അതായത് എന്നെ കാണിച്ചാലല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഞാൻ അക്ഷമയോട് കൂടിയിട്ട് അതാക്കുന്നതെന്ന്. അങ്ങനെ വന്ന് റിട്ടേൺ ടെസ്റ്റ് ഇതാക്കിയിട്ട് അപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് മാസ്ക് ഇട്ടുണ്ടായിരുന്നു, സുന്ദരക്കുട്ടനായിട്ടായിരുന്നു ഒരുങ്ങിയത്. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ തോറ്റുപോയി, എനിക്ക് ടെസ്റ്റിന് ഞാൻ തോറ്റുപോയി. അപ്പം എൻ്റെ മുഖത്ത് സർപ്രൈസ് തന്നതിൻ്റെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു മാസ്ക് അഴിക്കി. അപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് മീൻസ് തോറ്റുപോയതല്ല, ഈ പറയുന്ന പോലെ എല്ലാം ഫുൾ മാർക്ക് വാങ്ങിയതാണെന്നാണ്. ടൈപ്പ് ചെയ്ത് ആദ്യം തന്നെ 1, 2, 3 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഏതാ ഓപ്ഷൻ എനിക്ക് തോന്നിയ ഓപ്ഷനൊക്കെ ഞാൻ ഇത് ചെയ്ത് ഒന്നെന്നുള്ളതാണെങ്കിൽ ടിക്ക് അതിൽ വേറെ ഒരു നമ്പർ കാണിക്കും. ഞാൻ അടിച്ച നമ്പറല്ല ഒന്നടിച്ചപ്പോ അതിൽ 3 വന്ന്, പിന്നെ 3 വന്ന്, പിന്നെ 2 അടിച്ചപ്പോ അത് 1 വന്ന്, പിന്നെ 3 അടിച്ചപ്പോൾ അത് ഒന്നും ആയില്ല, അതങ്ങനത്തെ പോയി. പിന്നെ ഞാൻ ഒന്നും കൂടി അടിച്ച്. അപ്പോൾ അതിലെത്ര 3 വന്നത്, അങ്ങനെയൊക്കെ വന്നത്. എവിടെയാ വന്നെന്ന് പറഞ്ഞോടിക്ക്. ഞാൻ വന്നത് അതൊന്നും പറയണ്ട, ആൾ മോശം. വണ്ടി എടുക്ക്. വാ തോറ്റുപോയില്ല. അമ്മേന്റെ പ്രതികരണം എന്താ? വാപ്പ നോക്കൂലല്ലോ. എന്തൊരു വിശ്വാസം. എനിക്ക് വിശ്വാസമുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഇന്ന് വാപ്പ തോക്കലില്ല. വാപ്പ തോക്കൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ IAS എഴുതിയിട്ട് വന്നിട്ട് അതിൻ്റെ മുഴുവൻ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞ ആളാണ്. പിന്നെ എങ്ങനെയാ തോക്കുക? ആളിവിടെ ഇരുന്നതേ ഉള്ളൂ. അഹങ്കാരം എന്താന്നറിയാമ, എന്തൊരു അഹങ്കാരം പറയാം. വെസ്റ്റീലില് ഇന്നിപ്പോ ഞാനും വായും കൂടി ചേവായിരുന്നു. വെസ്റ്റീൽ വഴി വരുമ്പോ വെസ്റ്റീലെത്തിയിട്ട് ഡ്രൈവിംഗ് സ്കൂളിൽ പേപ്പർ കൊടുക്കാൻ കയറിയ സമയത്ത് വാനോട് അറിയാണേ, ഞാൻ വണ്ടി ഓടിക്കട്ടെ. അതും ബസ്സിന്റെ ഒക്കെ ഇടയിൽ കൂടെ ഞാൻ കൊടുക്കുവോ? ഞാനൊന്ന് ഞെട്ടിയില്ലേ. ഫോണടിയുന്നു. ഇപ്പൊ വരാം. എൻ്റെ പൊന്നെ, എന്തോരം അഹങ്കാരം എന്നറിയിപ്പം ബാക്കി വെച്ച്. സീരിയസ്ലി നടുറോട്ടിൽ എണീപ്പിച്ച് വിട്ടിട്ട് ഇടയിൽ കൂടെ ഓട്ടാൻ വേണ്ടിയിട്ട്, എന്നിട്ട് വന്നിട്ട് മറ്റേ ഇടയില്ലമ്മ വയലിൻ്റെ ആ ഇടയിൽ കൂടെ, എന്നിട്ട് എന്നോട് ഇറങ്ങി നടക്കാൻ പറയുന്നത്. ഞാൻ നോക്കുമ്പോൾ പാമ്പ് പൊളയുന്ന പോലെ പൊളഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെ അവസ്ഥ. അമ്മയ്ക്കെന്താ ഭർത്താവിൻ്റെ കൂടെ പണ്ട് ലൂണയിൽ പോയാനിപ്പോൾ? ലൂണയിൽ പോയപ്പോൾ നല്ലവണ്ണം തന്നെയാണ് പോയത്. അത് ഒരു ദിവസം ആ സൈഡിൽ ചെന്നപ്പോഴേ ചീത്തയപ്പോയതാ വണ്ടി. എവിടെ സൈഡിൽ പോയപ്പോൾ? പ്രവീണിൻ്റെ ഉമ്മച്ചിയുടെ വീട് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ. അപ്പം ഞങ്ങൾ ഇന്നത്തെ ആ ഒരു ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാഴ്ച അവസാനിപ്പിക്കുന്ന ഇന്നത്തെ വ്ളോഗിൽ ഇത് മൊത്തം ഇതാണ്. അപ്പം ശരിക്കും തോറ്റിട്ടില്ല, പാസ്സായിട്ടുണ്ട്. ബാക്കി ലേണേഴ്സ് കിട്ടി. ലേണേഴ്സ് പാസ്സായി, ലേണേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലേണേഴ്സ് എഴുതി കിട്ടിയിട്ടുണ്ട്, പാസ്സായി. അങ്ങനെയാണ് നമ്മളെ വ്ളോഗിൻ്റെ ട്വിസ്റ്റ്. ഓക്കെ, അപ്പം ബൈ.